ആ നിമിഷം ആദിത്യൻ തൻ്റെ ശ്വാസത്തിൻ്റെ താളം പോലും മാറിയതായി തോന്നി. ഇത്രയും അടുത്ത്, ഇത്രയും ചേർന്ന് ഒരിക്കലും അവളെ അനുഭവിച്ചിട്ടില്ലായിരുന്നു അവൻ. പൂവിതളിൽ വിരൽ തൊടുമ്പോൾ പോലും ഇത്ര മൃദുലത തോന്നിയിട്ടില്ലെന്ന് അവന് തോന്നി. അവളുടെ മേനിയുടെ ആ സ്പർശം അവൻ്റെ ഉള്ളിൽ ഇതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു പുതിയ വികാരത്തെ മെല്ലെ ഉണർത്തുകയായിരുന്നു. നെഞ്ചിനുള്ളിൽ എന്തോ അലയടിച്ചു. അവളെ കൂടുതൽ ചേർത്ത് പിടിക്കാനല്ല, ആ നിമിഷം എന്നേക്കുമായി നഷ്ടമാകാതിരിക്കാൻ. സമയം തന്നെ നിശ്ചലമാണമായിരുന്നു അവൻ്റെ ആഗ്രഹം. അവൻ്റെ കണ്ണുകൾ പതിഞ്ഞത് അനന്യയുടെ മുഖത്തും. ആ നെറ്റിയിലെ നിസ്സാരമായ വിയർപ്പ് തുള്ളികൾ, അടഞ്ഞു തുറക്കുന്ന നീണ്ട ഇമകൾ, റോസാപ്പൂവിൻ്റെ ഇതളുകളെ ഓർമ്മിപ്പിക്കുന്ന അധരങ്ങൾ, കവിളിലൂടെ ഒഴുകിയിറങ്ങിയ ഒരു മുടിയുടെ ഓരോന്നും അവൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു മായാജാലം തീർത്തു. ഇത്രയും സുന്ദരിയായിരുന്നോ ഇവൾ എന്ന ചോദ്യം അറിയാതെ തന്നെ അവൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയി. അനന്യ തലയുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിലും അതേ വികാരം തിളങ്ങി നിന്നു. ആ നിശബ്ദത്തിൽ ഹൃദയങ്ങൾ മാത്രം പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവളുടെ സാമീപ്യം ആദിത്യൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാത്ത ഒരു വസന്തം വിരിയിച്ചു. ശരീരം തൊട്ടത് അവളായിരുന്നെങ്കിലും സ്പർശിച്ചത് അവൻ്റെ ആത്മാവിലേക്കായിരുന്നു. പൂവിതളിൻ്റെ മൃദുലതയേക്കാൾ മൃദുവായിരുന്നു അവളുടെ സാമീപ്യം. ആ നിമിഷം അവളിൽ നിന്നുയരുന്ന നേർത്ത ചന്ദനഗന്ധം പോലും അവൻ്റെ ശ്വാസവുമായി ഇഴുകിച്ചേർന്നു. നെഞ്ചിനുള്ളിൽ ഇതുവരെ പരിചയമില്ലാത്തൊരു വിങ്ങൽ പിറന്നു. അത് വെറും ആകർഷണമല്ല, അവളെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കണമെന്ന അടങ്ങാത്ത മോഹമായിരുന്നു. ആദിത്യൻ്റെ മിഴികൾ അവളുടെ മുഖത്ത് നിന്ന് മാറിയില്ല. കുഞ്ഞുനെറ്റി, നാണത്താൽ വിരിയുന്ന മിഴികൾ, റോസാപ്പൂവിൻ്റെ നനുത്ത ഇതളുകളെ ഓർമ്മിപ്പിക്കുന്ന അധരങ്ങൾ, കവളിലേക്ക് വീണുകിടക്കുന്ന ഒരു മുഴിയ ഓരോ കാഴ്ചയും അവൻ്റെ ഹൃദയത്തെ പുതിയൊരു വികാരം വീണ്ടും ഉണർത്തി. ഇത്രയും കാലം നീ എവിടെയായിരുന്നു പെണ്ണെ? അവൻ്റെ മനസ്സ് നിശബ്ദമായി അവളോട് തന്നെ ചോദിച്ചു. എത്ര നേരം അവർ അങ്ങനെ പരസ്പരം മിഴികളിൽ അലിഞ്ഞിരുന്നുവെന്ന് ഇരുവർക്കും അറിയില്ല. സമയം പോലും അവരുടെ മുന്നിൽ നിശ്ചലമായതുപോലെ തോന്നി. പെട്ടെന്നാണ് ഹാളിലെ സോഫപ്പുറത്ത് കിടന്നിരുന്ന ആദിത്യൻ്റെ ഫോൺ തുടരെ ശബ്ദിച്ചത്. ആ റിംഗ് ടോൺ ആ മാന്ത്രിക നിമിഷത്തെ കീറിമുറിച്ച് അവരുടെ കാതുകളിലേക്ക് പതിച്ചു. രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. അപ്പോഴാണ് അനന്യ ഇപ്പോഴും അവൻ്റെ നെഞ്ചോട് ചേർന്നു കിടക്കുന്നതാണെന്ന് ബോധം അവൾക്കുണ്ടായത്. അവളുടെ ഹൃദയമിടിപ്പ് അവൻ്റെ നെഞ്ചിൽ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. ആ സാമീപ്യം ഒരു നിമിഷം കൂടി നീണ്ടു നിൽക്കണമെന്ന് ആദിത്യൻ്റെ മനസ്സിൽ ഒരു ഭാഗം കൊതിച്ചെങ്കിലും വിവേകം അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വിളിച്ചു. അതിനിടയിൽ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഇരുവരും ഒരേ സമയം പെട്ടെന്ന് അകന്നുമാറി. സ്വന്തം ശ്വാസമൊന്ന് നേരെയാക്കിയ ആദിത്യൻ നെറ്റിയിലൂടെ ഒഴുകിയ വിയർപ്പ് കൈപ്പത്തിയാൽ തുടച്ചുകൊണ്ട് അവളെ നോക്കി. അനന്യെ, എന്ത് പണിയാടോ നീ കാണിച്ചേ? അവൻ കിതപ്പിനടിയിൽ ചോദിച്ചു. ഒരു നിമിഷം മനുഷ്യൻ്റെ ശ്വാസം തന്നെ നിലച്ചു പോയെന്നാ എനിക്ക് തോന്നിയത്. അവൾ ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി. നീ എന്തിനാ എന്നെ ഇത്ര മുറുകെ പിടിച്ചത്? ശബ്ദത്തിൽ ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ആ ദേഷ്യത്തിൻ്റെ അടിയിലൊളിച്ചിരുന്നത് ഇപ്പോഴും അടങ്ങാത്ത ഹൃദയമിടിപ്പും പറഞ്ഞറിയിക്കാവാനാത്തൊരു വിറയലുമാണ്. ഹലോ മിസ്റ്റർ ആദിത്യ, ഞാൻ മനഃപൂർവ്വം നിങ്ങളെ മേലേക്ക് വന്നു കിടന്നതാണെന്നോ പറയുന്നത്? അനന്യ ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു. നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടോ മനുഷ്യ? മനുഷ്യൻ്റെ മേലേക്ക് പാമ്പിനെ എടുത്തിട്ട് പിന്നെ ഞാൻ പേടിച്ച് ഓടിയതിന് എന്നെയാണോ നിങ്ങൾ കുറ്റം പറയുന്നത്? പാമ്പ് കണ്ടാൽ ആരായാലും പേടിക്കും. ഞാൻ ഓടി വന്നപ്പോൾ നിങ്ങളെന്ത് മാറി നിന്നാൽ പോരായിരുന്നോ? എന്തിനാ നെഞ്ചും വിരിച്ച് അവിടെ നിന്നത്? അയ്യോ, കെട്ടിപ്പിടിക്കാൻ പറ്റിയവളെ സുന്ദരിയല്ലേ നീ? നിന്നെ കെട്ടിപ്പിടിക്കാൻ ഞാൻ ഒരവസരം നോക്കി നിൽക്കുകയായിരുന്നു. എന്തേ? ആദിത്യൻ പുച്ഛത്തോടെ അവളോട് പറഞ്ഞു. ഞാൻ എപ്പോഴാ നിന്നെ കെട്ടിപ്പിടിച്ചത്? എൻ്റെ കൈകൾ പോലും നിൻ്റെ ദേഹത്തില്ലല്ലോ. ആദ്യമൊന്ന് എഴുന്നേറ്റിറങ്ങ്, എന്നിട്ട് ശരിക്ക് നോക്ക് നീ. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവളുടെ താലിമാല ആദിത്യൻ്റെ ഷർട്ടിലെ ബട്ടൺ കുരുങ്ങിക്കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അയ്യോ! അത് അയക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും ബാലൻസ് തെറ്റി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണു. അമ്മേ! ആദിത്യൻ അറിയാതെ ഉറക്കെ വിളിച്ചു പോയി. ഷ്! അനന്യ പെട്ടെന്ന് അവൻ്റെ വായ് പൊത്തി. ഒന്ന് പതുക്കെ സംസാരിക്കും നിങ്ങൾ, അച്ഛൻ കേൾക്കും. അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കൈ വായിൽ ആയതുകൊണ്ട്
അവ്യക്തമായ ശബ്ദങ്ങൾ മാത്രമാണ് പിന്നീട് പുറത്തു വന്നത്. അത് മനസ്സിലായ അനന്യ ഉടനെ കൈ പിൻവലിച്ചു. ഒരു ദീർഘശ്വാസം വിട്ട ആദിത്യൻ അവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു, കാണാനൊരു പഞ്ഞിക്കെട്ട് പോലെയാണെങ്കിലും ദേഹത്ത് വീഴുമ്പോൾ ഒരു ചാക്കാരി എടുത്തെറിയുന്നത് പോലെയാണല്ലോടി. എന്തൊരു മുടിഞ്ഞ വെയിറ്റാടി നിനക്ക്. ഹലോ. അനന്യ കണ്ണുകൾ കൂർത്തു. വായിൽ തോന്നിയത് വിളിച്ചു പറയണ്ട. ആദ്യം ഈ താലിമാല നിങ്ങളുടെ ഷർട്ടിൽ നിന്നൊന്ന് അയച്ചു തരൂ. ഞാനോ? എന്തിന്? കുരുക്കിയത് നീയല്ലേ, നീ തന്നെ അയച്ചാൽ മതി. ഓ, അപ്പോൾ നിങ്ങൾ അയച്ചു തരില്ല അല്ലേ? അവൾ ചുണ്ടുകൂട്ടി. ഇതൊക്കെ മനഃപൂർവ്വമാണല്ലേ? ആദ്യം പാമ്പിനെ പേടിപ്പിച്ചിട്ട് ഇനി താല് കുരുങ്ങിയെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പിടിച്ചു നിർത്താൻ. ആദ്യത്തെ കണ്ണുരുട്ടി. നിനക്ക് സ്വപ്നം കാണാൻ കുറച്ച് കൂടുന്നുണ്ട്. അവളൊട്ടും നിർത്താതെ തുടർന്നു. ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നേരെ ഡിവോഴ്സ് പേപ്പർ കൊണ്ടുവന്ന് തന്നാൽ മതി. ഞാൻ അതിൽ ഒപ്പിട്ട് എൻ്റെ വഴിക്ക് പൊക്കോളാം. അതിനു പകരം ദിവസം ഓരോ പുതിയ പരിപാടിയുമായി വന്ന ഇവിടെ ഒരു സമാധാനവും കിട്ടില്ല എനിക്ക്. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇങ്ങനെ നിങ്ങളുടെ മേലെ കിടക്കാൻ. അനന്യ ദേഷ്യത്തോടെ പിറുപിറുത്തു. ആദ്യം ഈ താലിമാല നിങ്ങളുടെ ഷർട്ടിൽ കുടുങ്ങിയിരിക്കുന്നത് ഒന്ന് അയച്ചു തരണം പ്ലീസ്. ഞാനെന്തിനയക്കണം? കുരുക്കിയത് നീയല്ലേ? ആദ്യത്തിനും വിട്ടുകൊടുത്തില്ല. അതെ, ഞാൻ മനഃപൂർവ്വം കുരുക്കിയതാണല്ലോ. അവൾ കണ്ണുരുട്ടി. ഒന്ന് സഹായിച്ചാൽ നിങ്ങളുടെ വില കുറഞ്ഞു പോകുമോ? സംസാരം കേട്ടാൽ സഹായിക്കാനുള്ള മോഹം കൂടിപ്പോകും. അതെ, നിങ്ങളെപ്പോലുള്ള മഹാന്മാരിൽ നിന്ന് ഇതിലൊന്നും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവൻ ഒരു നെടുവീർപ്പോടെ ഷർട്ടിൻ ബട്ടൺ കുടുങ്ങിയ താലിമാല അഴിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അനന്യയും അതേസമയം മാല വലിച്ചു മാറ്റാൻ നോക്കി. അനങ്ങാതെ നിൽക്കടി. ആദ്യത്തെ പല്ലിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അനങ്ങുന്നില്ല. പോരെ, നിങ്ങൾക്ക് അറിയാതെയാണ് വലിക്കുന്നത്. നീ സംസാരിക്കാതിരുന്ന പകുതി ജോലി എളുപ്പമാകും എൻ്റെ. ഓ, അപ്പോൾ എല്ലാ കുറ്റവും എനിക്കായല്ലേ ഇപ്പോൾ? വീണ്ടും രണ്ടുപേരും ഒരേ സമയം കുനിഞ്ഞതും തലകൾ തമ്മിൽ നല്ല ശക്തിയിൽ കൂട്ടിയിടിച്ചു. അമ്മേ. നെറ്റി തടവിക്കൊണ്ട് അനന്യ മുഖം ചുളിച്ച് അവനെ നോക്കി. ആദ്യത്തിനും നെറ്റിയിൽ കൈവച്ച് കണ്ണടച്ചു നിന്നു. ദേഷ്യം കൊണ്ട് ഒരു കാര്യവും നേരെ ചെയ്യാൻ അറിയില്ല. അവൻ പിറുപിറുത്തു. കാണാനൊരു പാവം പോലെ, പക്ഷെ ഓരോ പണിയും ഒന്നാം തരം ഇരട്ടി പണിയാ തരുന്നേ. എന്താ ഇവിടെ എന്നെക്കുറിച്ച് പിറുപിറുക്കുന്നേ? അനന്യ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒന്നുമില്ല. വീണ്ടും അവൻ ക്ഷമയോടെ കുരുക്കയക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്ര നോക്കിയിട്ടും താലിമാല ബട്ടണിൽ നിന്ന് വിടാൻ തയ്യാറായില്ല. ഒടുവിൽ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ആദിത്യൻ ഷർട്ടിൻ്റെ മുകളിലെ ബട്ടൺ അയച്ചു മാറ്റി. അതോടെ മാല സ്വതന്ത്രമായി താഴേക്ക് വീണു. ഹാ. ഒരു ആശ്വാസത്തോടെ അനന്യ പിന്നിലേക്ക് മാറി. അപ്പോഴാണ് ഇരുവരുടെയും ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് തിരിഞ്ഞത്. അവൾ നെറ്റിയിൽ ചാർത്തിയ കുങ്കുമം ആദിത്യൻ്റെ നെറ്റിയിലും വെള്ള ഷർട്ടിലും നെഞ്ചുഭാഗത്തും ചുവന്ന പാടായി പതിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ വീണ്ടും കൂട്ടിമുട്ടി. പക്ഷെ അതിന് ആയുസ് നീണ്ടു നിന്നില്ല. ടക് ടക്. വാതിൽ ശക്തമായി മുട്ടുന്ന കേട്ടതും ആദിത്യൻ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന ഭാവത്തിൽ വേഗം വാതിലിനരികിലേക്ക് നടന്നെടുത്തു അവൻ. വാതിൽ തുറന്നു. പുറത്ത് സെക്യൂരിറ്റി ജീവനക്കാരനെ. സാർ, ഒരു TV ചാനലിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. കുറേ നേരമായി ഒരു ചെറിയ ഇൻ്റർവ്യൂ വേണമെന്ന് പറയുന്നേ. ആദിത്യൻ മുഖം പെട്ടെന്ന് ഗൗരവമായി. ഇപ്പോൾ എനിക്ക് ആരെയും കാണാൻ കഴിയില്ല എന്ന് അവരോട് പറ. എന്നിട്ട് പോകാൻ പറ. പറഞ്ഞിരുന്നു സാർ. അയാൾ മടിച്ചുകൊണ്ട് പറഞ്ഞു. വെറും 5 മിനിറ്റ് മാത്രം മതിയെന്നാ അവർ പറയുന്നേ. എത്ര പറഞ്ഞിട്ടും അവർ പോകുന്നുമില്ല. ആദിത്യൻ അസ്വസ്ഥതയോടെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. പിന്നെ ഹാളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. അകത്ത് അല്പം മുമ്പ് നടന്നതിൻ്റെ ജാള്യതയിൽ നിന്ന് ഇനിയും മുക്തിയാകാത്ത അനന്യ നിൽക്കുന്നുണ്ടായിരുന്നു. ആദിത്യൻ്റെ മുഖത്തും വെള്ള ഷർട്ടിലുമുള്ള കുങ്കുമം പറ്റിയിരിക്കുന്നത് ശ്രദ്ധിക്കാതെയാണ് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിയത് അവൻ. വേഗത്തിൽ ചുവടുകളോടെ ഗേറ്റിനരികിലേക്ക് എത്തിയപ്പോൾ അവിടെ ഇതിനകം തന്നെ വിവിധ വാർത്താ ചാനലുകളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും ക്യാമറാമാരും മൈക്കുകളുമായി അവനെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. എന്താ? നിങ്ങൾക്കെന്താ വേണ്ടത്? ഇനിയും എന്താ നിങ്ങൾക്ക് അറിയാനുള്ളത്? ദേഷ്യം അടക്കാനാവാതെ അവൻ ചോദിച്ചു. ഇതിനകം തന്നെ എന്നെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് എൻ്റെ പേരും ജീവിതവും ഒരുപാട് നശിപ്പിച്ചു കഴിഞ്ഞു നിങ്ങളെല്ലാവരും. അതും പോരാഞ്ഞിട്ടാണോ വീണ്ടും വന്നിരിക്കുന്നത്? ആദിത്യൻ സംസാരിക്കും മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധ അവൻ്റെ വാക്കുകളിലായിരുന്നില്ല. അവൻ്റെ നെറ്റിൽ ചുവന്നു കിടന്ന കുങ്കുമ പൊട്ടിലും വെള്ള ഷർട്ടിലെ നെഞ്ചുഭാഗത്ത് പറ്റിപ്പിടിച്ചിരുന്ന അതേ ചുവന്ന പാടിലേക്കും എല്ലാവരുടെയും കണ്ണുകൾ പാഞ്ഞു. പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവർ
അടക്കാൻ പാടുപെട്ടു. ചിലരുടെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു. മറ്റു ചിലർ മുഖം തിരിച്ച് ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ ഭാവം കണ്ട് ആദിത്യൻ നെറ്റി ചുളിച്ചു. എന്താണ്? അവൻ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ മുഖത്ത് എന്തെങ്കിലും തമാശയുണ്ടോ? എന്തിനാ പിന്നെ എല്ലാവരും ഇങ്ങനെ കണ്ട് ചിരിക്കുന്നത്? അവൻ അറിയാതെ തന്നെ നെറ്റിയിൽ കൈവക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ വേഗം മുന്നോട്ട് കയറി വന്നു. സർ, ഇപ്പോൾ ആരെയും കാണുന്ന മൂഡിലല്ല, മാധ്യമപ്രവർത്തകരെ നോക്കി അയാൾ വിനയത്തോടെ പറഞ്ഞു. ദയവായി എല്ലാവരും ഒന്ന് സഹകരിക്കണം. സാറിൻ്റെ സ്വകാര്യങ്ങളെ ബഹുമാനിച്ച് ഇന്നിവിടെ നിന്ന് മടങ്ങിയാൽ നന്നായിരിക്കും. പക്ഷേ അത്ര എളുപ്പത്തിൽ പിന്മാറാൻ മാധ്യമപ്രവർത്തകർ തയ്യാറായിരുന്നില്ല. മുന്നിലുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടർ മൈക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. സർ, ഒരു മിനിറ്റ് മാത്രം. വിവാഹമോചനത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? എല്ലാവരുടെയും നോട്ടം ആദിത്യൻ്റെ മുഖത്തും വെള്ള ഷർട്ടിലുമാണ്. നെറ്റിയിൽ പടർന്നിരുന്ന ചുവന്ന കുങ്കുമം ഷർട്ടിൽ പതിഞ്ഞ അതേ നിറത്തിലുള്ള പാടും കണ്ടതോടെ പലരുടെയും ചുണ്ടിൽ അറിയാതെ ചിരി വിരിഞ്ഞു. പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവർ ചിരിയെടുക്കാൻ പാടുപെട്ടു.